ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രജിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ കിളിമീനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അതിൻ്റെ പുളിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പുളി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും അതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് രണ്ടായി കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് കഴിഞ്ഞാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തക്കാളി, ഒരു വലിയ തക്കാളി അരച്ചതാണ് ഞാനിത്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിളിമീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ കിളിമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ കറി. ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.